ഇന്ന് നമ്മളൊരു ബ്രൊക്കോളി തോരനാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരന്. നല്ല ടേസ്റ്റിയാണ്. ശരിക്കും ബ്രൊക്കോളി അത്ര ടേസ്റ്റി അല്ല എന്നൊരു ധാരണയുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരന്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ കോളിഫ്ലവർ ഒക്കെ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ അടിഭാഗം അങ്ങ് മുറിച്ച് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് അങ്ങ് കൈ വെച്ച് അടർത്തിയെടുത്താൽ മതിയാകും. ഈ ഒരു ബ്രൊക്കോളി ശരിക്കും നമ്മൾ ജസ്റ്റ് ചെറുതായി മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെറുതെ ഒന്ന് ബോയിൽ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലൊക്കെ നല്ലതായിരിക്കും. നമുക്ക് കഴിക്കുകയാണെങ്കിലും നല്ലതാണ്. പക്ഷെ അങ്ങനെ കുറേ കഴിക്കാനായിട്ട് കഴിയില്ല. ഇതിൻ്റെ ഒരു ടേസ്റ്റ് പ്രശ്നം കൊണ്ട് തന്നെ കഴിക്കുന്നവരും ഉണ്ടാവാട്ടോ. എല്ലാവരും കഴിക്കില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിങ്ങനെ അടർത്തി എടുത്തതിന് ശേഷം നമുക്കിനൊരു 10-15 മിനിറ്റ് കുറച്ച് ചൂടുവെള്ളം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടെ ഇട്ട് ഒന്നത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിലുള്ള വിഷാംശങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാൻ നല്ല ഫ്രഷായി കിട്ടാനും സഹായിക്കും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മളെ കോളിഫ്ലവർ ഒക്കെ പോലെ തന്നെ പെട്ടെന്ന് കേട് വരുന്ന ഒരു വെജിറ്റബിൾ ആണ് ഇതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കുന്നത്. ഇങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് എടുക്കാം. കഴുകി എടുത്തതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. ചെറുതായിട്ട് നമുക്ക് തോരനൊക്കെ മുറിക്കുന്ന പോലെ തന്നെ മുറിച്ചെടുക്കാം. ഇത് മുറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ തണ്ട് ഭാഗം ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മളൊന്ന് നന്നായിട്ട് ചെറുതായിട്ട് തന്നെ മുറിച്ചിടണം. ഭയങ്കര കനത്തിൽ മുറിച്ചിടണ്ട. കാരണം മറ്റേ സാധനമൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇത് വേവാൻ കുറച്ച് സമയം എടുക്കുകയും ചെയ്യും. അപ്പോൾ സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ചെറുതായിട്ട് ഇതുപോലെ അങ്ങ് മുറിച്ചിട്ടിട്ട് ഒന്നിച്ച് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബ്രൊക്കോളി കൂടെ ഇതുപോലെ തന്നെ അങ്ങ് മുറിച്ചെടുക്കാം. ബ്രൊക്കോളിയൊക്കെ മുറിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു തോരനിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഒന്നങ്ങ് ചതച്ചെടുത്ത് വെക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, കുറച്ച് ചെറിയുള്ളി, ഒരു 5-6 ചെറിയുള്ളി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടത്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്കിത് മിക്സിയിലിട്ട് ഒന്നങ്ങ് കറക്കിയെടുക്കുക. അരച്ചെടുക്കണ്ട. നമ്മൾ തോരനൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഒന്നങ്ങ് ഒതുക്കിയെടുത്താൽ മതി. അങ്ങനെ ഒതുക്കിയതിന് ശേഷം ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു കടായി വെച്ച് ചൂടാക്കുക. അതിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക്, ചുവന്ന മുളക് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ 1-2 ചുവന്ന മുളക് കൂടി ഇട്ട് കൊടുക്കട്ടെ. ഞാനിവിടെ പച്ചമുളക് ഇട്ടിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങേൻ്റെ മിക്സ് കൂടെ ഇട്ടിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം വഴറ്റൊന്നും വേണ്ട. ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും സവാള ചേർക്കുന്നത് ഇഷ്ടമാണോ എന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഈ ഒരു ബ്രൊക്കോളി തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ സവാള ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബ്രൊക്കോളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടാൻ കുറച്ചുകൂടി നല്ലതാണ് നമ്മൾ കുറച്ചധികം സവാളയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അളവ്. ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയൊരു സവാള ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതോടെ ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2 പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കുക. മുളക് എടുക്കുന്ന സമയത്ത് എരിവിനനുസരിച്ച് എടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന തോരനൊക്കെ ആവുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉള്ളി ചേർത്തതിന് ശേഷം ഒരുപാട് നേരം വഴറ്റി ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങ് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രൊക്കോളി കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ ബ്രൊക്കോളി തോരൻ റെഡി ആയി കിട്ടും. ഒരുപാട് സമയം കുക്കിംഗ് ടൈം കൂടുതലൊന്നുമില്ല. നമ്മൾ സാധാരണ തോരനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു 10-12 മിനിറ്റ് ഒക്കെ തന്നെ മതിയാവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. 1-2 മിനിറ്റ് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ നഷ്ടപ്പെടേണ്ടെന്നുണ്ടെങ്കിൽ അടച്ച് വെക്കാതിരുന്നാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷമാണ് ബാക്കി തുറന്ന് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അടുക്കി പിടിക്കുന്ന പാത്രമൊക്കെ ആണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മാത്രം മതിയാകും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണോ നോക്കിയിട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇട്ടിട്ടുള്ള ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇത്തിരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മളൊരു കൂന്തൽ ഫ്രൈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ ആളുകളൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ശരിക്കും നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ.
ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വെന്ത് ഉടയണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വേവിക്കാം. പക്ഷേ ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. നമ്മൾ ബ്രൊക്കോളിയുടെ ഒരു ടേസ്റ്റ് പറയുമ്പോൾ ഒരു 90% വെന്ത് കിട്ടിയാൽ മതിയാവും. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ചിലപ്പോൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾക്കൊന്നും പറ്റാത്തതാണല്ലോ നമുക്ക് മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ മുട്ട കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്ടമില്ലെങ്കിൽ ഒരു ഇത്തിരി മുട്ട കൂടെ മിക്സ് വരികയാണെങ്കിൽ ഒരു ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഓപ്ഷനിലാണ്. അപ്പോൾ ഒരു മുട്ട 1-2 മുട്ട വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു മുട്ട ഒന്നങ്ങ് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് നമുക്കൊരു 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അങ്ങനെ തന്നെ വെക്കാം. 1 മിനിറ്റ് വേണ്ടി വരില്ല, ഒരു 10-40 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒന്നങ്ങ് ഇളക്കി മിക്സ് ചെയ്ത് മൊത്തത്തിൽ സ്ക്രാമ്പിൾ ചെയ്യുന്ന പോലെ തന്നെ മൊത്തത്തിൽ നമ്മുടെ ഈ ബ്രൊക്കോളി ആയിട്ടും മുട്ടയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനിനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള പച്ചമുളക് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഒരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ മുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ കുരുമുളക് ചേർക്കാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. മുട്ടയുടെ ആ ഒരു മണവും സ്മെല്ലൊക്കെ അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇത്തിരി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ളത് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബ്രൊക്കോളി തോരൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. നമ്മൾ ഈ മുട്ട ചേർക്കുന്നതിന് പകരമായിട്ട് വൻപയർ ബ്രൊക്കോളി കൂടെ ചെയ്യുന്ന നല്ലൊരു കോമ്പിനേഷൻ തോരനുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്